അനക്കൊക്കെ എന്ത് സുഖാണ്ടി. ഇഷ്ടം പോലെ നടക്കാം, ഇഷ്ടം പോലെ പുറത്ത് പോയി കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. അൻ്റെയൊക്കെ ലൈഫാണ്ടി ലൈഫ്. വിളിച്ചു പറഞ്ഞാൽ വീട്ടിൻ്റെ മുറ്റത്ത് ഗ്രോസറിയിലെ സാധനം. ഉഫ്! ഇത് കേൾക്കാത്ത എത്ര പ്രവാസികളുടെ ഭാര്യമാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ മാറി താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതൊന്നും ശരിയല്ല എന്നല്ല കേട്ടോ ഞാൻ പറയണേ. ഇതിനൊക്കെ വേറൊരു വശം കൂടി ഉണ്ടെടോ. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമ്മൾ രാത്രി കിടക്കണ വരെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഒരു നോർമൽ ലൈഫ് റൺ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാട്ടോ പറയണേ. ഇനി നമുക്ക് കട്ടിക്ക് കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടെന്നിരിക്കട്ടെ. ഒരു 2-3 മണിക്കൂർ ട്രാഫിക്കും കഴിഞ്ഞും വീട്ടിലെത്തുന്ന മനുഷ്യനുണ്ടല്ലോ, എഴുന്നേറ്റ് നിൽക്കാനുള്ള ജീവൻ ഉണ്ടാവില്ലേ? നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ കാര്യവും ഏകദേശം സെയിം ആണ്. ഇനി അടുത്തത്, നമുക്കൊന്ന് വയ്യാണ്ടായെന്ന് വിചാരിക്കാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും ആരും ഉണ്ടാവില്ലേടോ. ഇനി കുട്ടികളുണ്ടെങ്കിലോ അന്നത്തെ ദിവസം ഒരുക്കില്ലാത്ത വിശപ്പോ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവേയില്ല. ശരിയാടോ, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു ഫുൾ ഫ്രീഡത്തിൽ നമുക്കൊരു ഫ്രീക്വൻ്റ് ആയിട്ട് ഓടിക്കേറി നമ്മുടെ വീട്ടിൽ ചെല്ലണ പോലത്തെ ഫ്രീഡത്തിൽ ചെല്ലാൻ എല്ലാവർക്കും എല്ലായിടത്തും അങ്ങനെ കിട്ടണം എന്നില്ലേ? അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ പ്രവാസം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഇപ്പം ചോദിക്കും, ഇത്ര ബുദ്ധിമുട്ടി ഞാൻ നിൽക്കണേ, നാട്ടിലോട്ട് വന്നുകൂടെയെന്ന്. നാട്ടിൽ വന്നിട്ട് എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനാണേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ തന്നെ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ അല്ലേ കാര്യങ്ങൾ. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ പക്ഷേ ഈ ലൈഫിനോട്.